കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ആധാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആധാർ നമ്പർ ഉണ്ട് അല്ലേ? ആധാർ നിർബന്ധമാക്കിയിട്ട് കുറച്ച് കാലമായി നമ്മൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, ഇലക്ട്രിസിറ്റി കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി പലരും അത് ബന്ധിപ്പിക്കാനും ചില ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എനിവേസ് ഞങ്ങളിതാ ഇപ്പോൾ വന്നിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ UIDAI ഇപ്പോൾ ഇതാ പുതിയ ഒരു സംഭവം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ആധാർ. ആധാർ കാർഡിന്റെ ഒരു വെർച്വൽ ഐഡന്റിറ്റി രീതിയാണ്, രേഖയാണ് ആധാർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്, വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഈ ആപ്പ് വഴി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡീറ്റെയിൽസിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രം, അതേപോലെ ഇന്റർനെറ്റ് കഫേ തുടങ്ങിയിടത്ത് നീണ്ട ക്യൂ നിന്നിട്ടാണ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിന് തന്നെ വലിയ ഒരു പ്രൊസീജിയർ ആവശ്യമാണ്. ഇനി അതിൻ്റെ ഒന്നും ഒരു പ്രശ്നം നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മുടെ ഫോണിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് ആധാർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും അതിൽ ചേഞ്ചസ് വരുത്താനും സാധിക്കും. രണ്ടാമത്തേത് QR കോഡ് ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽസ് എടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ ആധാറിന്റെ QR കോഡ് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുക്കാം, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റിയാണ് കണ്ണിന്റെ റെറ്റിന, അതേപോലെ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ. ഫിംഗർ പ്രിന്റും റെറ്റിനയും ഒക്കെ തന്നെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും ആധാർ കാർഡ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിറ്റി കാര്യങ്ങളാണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചോർത്തുന്നത് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിലും സൈറ്റ്സിലും ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് വേറെ ആരും യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് ആധാർ യൂസ് ചെയ്തിട്ട് ബയോമെട്രിക് ഡീറ്റെയിൽസ് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതേപോലെ അതിനുശേഷം അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആധാറിൽ ലഭ്യമാണ്. ഇനി ആധാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എവിടെ ഇരുന്നിട്ടും നമുക്ക് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ ചിലപ്പം വീട്ടിൽ തന്നെ ആണെങ്കിലും ശരി, ജസ്റ്റ് ഒരു മൊബൈൽ മാത്രം മതി. അതായത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു മൊബൈൽ നമ്പറുള്ള ഒരു സ്മാർട്ട് ഫോൺ. ഈ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ആൾക്കാരുടെ വേണമെങ്കിലും പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, കുട്ടി, ഇങ്ങനെ 3 പേരുടെ ആധാർ അച്ഛൻ്റെ ഒരാളുടെ നമ്പറിൽ നിന്നാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു നമ്പറിലേക്കാണ് ഈ ആധാറുകൾ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ ഒരൊറ്റ നമ്പർ യൂസ് ചെയ്തിട്ട് ഈ 3 പേരുടെയും പ്രൊഫൈലിൽ ചേഞ്ചസ് വരുത്താനും പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്യാനും പ്രൊഫൈൽസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആധാറിന്റെ ഒരു വെർച്വൽ ഐഡന്റിറ്റി രേഖയായിട്ടാണ് ആധാർ വന്നിട്ടുള്ളത്. അപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് കുറേ ഗുണങ്ങൾ ഇനിയും ഇതുവഴി ലഭ്യമാകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ആധാറുള്ള എല്ലാവരും ആധാർ കൂടി യൂസ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ക്യൂവിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സമയവും കുറേ കാര്യങ്ങൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി എന്താണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സംഭവമാണ്, ആധാർ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു രേഖയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ ആധാറിനും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ iOS ആപ്പിൾ യൂസേഴ്സിന് ഒരു സങ്കട വാർത്തയുണ്ട്. അത് മറ്റൊന്നല്ല, നിങ്ങളുടെ ഫോണുകളിൽ iOS ഫോണുകളിൽ ആധാർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. iOSന് വേണ്ടിയിട്ടുള്ള ആധാർ വേർഷൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡിന്റെ ലോലിപോപ്പ് മുതലുള്ള വേർഷൻസ് ഉള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും ആധാർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, ഇതെന്താണെന്നെങ്കിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ബിക്കോസ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്യൂരിറ്റി, പ്രൈവസി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എൻഷുർ ആവുന്നുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.